الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഇനി വായിക്കാനുള്ളത് 9-ാമത്തെ ആയത്ത് മുതലാണ്. അത് അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചുള്ള ചരിത്രവും ആ ചരിത്രത്തിൽ നിന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മൗഇളത്തുകളും ഇബ്റത്തുകളുമാണ്. ആദ്യം ചുരുക്കി, മുജ്മലായി എന്ന് പറയും അറബിയിൽ, ചുരുക്കി പറഞ്ഞു. അതിനുശേഷം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുള്ള ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ അത് കുറച്ച് വിശദമായി എലോബറേറ്റ് ചെയ്ത് പറയും. ഖുർആനിന് ഇത്തരം ചരിത്രം ആഖ്യാനം ചെയ്യുന്നതിന് ഖുർആനികമായ ഒരു രചനാ ശൈലി, ഒരു ഖുർആനികമായിട്ടുള്ള ഒരു അവതരണ ശൈലിയുണ്ട്. സാധാരണ ചരിത്ര രചന എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സങ്കേതമാണ്. ഇന്ന് അറിയപ്പെടുന്ന ചരിത്ര രചനക്ക് ഉപയോഗിക്കുന്ന അറിയപ്പെടുന്ന ഒരു രീതിയിലുമല്ല ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനിന്റെ ചരിത്ര ആഖ്യാന രീതി എന്ന് പറയുന്നത് അനിതരമാണ്. സമാനമായ രീതികൾ മറ്റേതെങ്കിലും ചരിത്ര രചനകളിൽ നമുക്ക് കാണുക സാധ്യമല്ല. ലോകത്ത് ചരിത്ര രചനക്ക് അറിയപ്പെട്ടിട്ടുള്ള, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നിലധികം രീതികളുണ്ട്. പക്ഷെ അത്തരം രീതികളിൽ ഒന്നിലും ഉൾപ്പെടാത്ത ഒരു രീതിയാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിട്ടുള്ളത്. എന്താണോ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം, അതിനാണ് ഫോക്കസ് ഉണ്ടാവുക. എന്നാൽ പ്രത്യേകമായ പാഠങ്ങളൊന്നും നമുക്ക് ലഭിക്കാത്ത വിശദാംശങ്ങൾ, ഹസിവുകൾ, ആ വിശദാംശങ്ങൾ അങ്ങ് വിട്ടുകളയുകയും ചെയ്യും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ച് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുക എന്നത് അതൊരിക്കലും ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആ വശങ്ങളിലേക്ക് അള്ളാഹു ഒരു സൂചനയും നൽകുക പോലും ചെയ്യൂല. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മൗഇളത്ത് എന്താണ്, ഇബ്റത്ത് എന്താണ്, അതാണ് യഥാർത്ഥത്തിൽ നമുക്കതിൽ നിന്ന് തരിക. സംഭവങ്ങൾ പറയുമ്പോൾ അതിന് സാധാരണ ഖസ്സ യഖുസ്സു, ഖസ്സ ഖിസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോയ നമ്മൾ അതേമാതിരി നേരെ ഇങ്ങോട്ട് പിറകോട്ട് പോരുന്നതിനാണ് പറയാം. ട്രാവേഴ്സ് എന്നുള്ളതിനാണ് ശരിക്ക് ഖസ്സ എന്നുള്ളത് പറയാം. എന്ന് വെച്ചാൽ മനുഷ്യന്റെ
ചരിത്രം എന്ന് പറയുന്നത് അവൻ ജീവിച്ചു വന്നത്, ആ ജീവിച്ചു വന്നതിലേക്ക് അതേപോലെ നേരെ പുറകോട്ട് തിരിച്ചു പോകുന്ന ഒരു സംഗതിയാണ്. അതിലാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമുക്ക് ഗുണപാഠം നൽകുന്നതും നൽകാത്തതും ഒക്കെ ഉണ്ടാകും. ആ കൂട്ടത്തിൽ നിന്ന് ഗുണപാഠം നൽകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു പറയും. ഇത് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ള അനിതരമായ ഒരു ചരിത്ര ആഖ്യാന രീതിയാണ്. അതും കൂടെ അതിൽ നിന്ന് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തുടങ്ങുന്നത് 9-ാമത്തെ വചനമാണ്. സൂറത്തു അൽ കഹ്ഫിലുള്ള 9-ാമത്തെ വചനം, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീം കാനൂ മിൻ ആയാതിനാ അജബ. ആദ്യം ഒറ്റ വാക്കിൽ അതിനെ പരിചയപ്പെടുത്തി. അസ്ഹാബുൽ കഹ്ഫ് വർ-റഖീം. കഹ്ഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഹക്കാണ് പറയാ, കേവ്, ഗുഹക്കാണ് പറയാ. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഹയിൽ കുറെ കാലം താമസിച്ചിട്ടുള്ള ഗുഹയുടെ ആളുകൾ അഥവാ ഗുഹാവാസികൾ എന്ന് നമുക്ക് പറയാം. അസ്ഹാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാസി എന്നല്ല കേട്ടോ, അതിന്റെ ആളുകൾ, പീപ്പിൾ ഓഫ് കേവ് എന്നുള്ള അർത്ഥത്തിൽ. റഖീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതപ്പെട്ടത്, എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോ മക്തൂബ് അല്ലെങ്കിൽ കിതാബ് എന്ന അർത്ഥത്തിലാണ്. റഖമ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, രേഖപ്പെടുത്തുക. കിതാബും മർഖൂം, രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം. ഇവിടെ റഖീം എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ട ഫലകം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോ അസ്ഹാബുൽ കഹ്ഫിനെയും റഖീമിനെയും സംബന്ധിച്ച് അതിനെക്കുറിച്ച് വേറെയും ചില ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ അസാത്തീറുകളിലോ ഒക്കെ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഐതിഹ്യങ്ങളില് അതുപോലെ തന്നെ നാവാലിങ്ങനെ കൈമാറിപ്പോരുന്നതിൽ ഒക്കെ ഇതിനെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ട്. ക്രൈസ്തവർക്ക് ഇതിനെ സംബന്ധിച്ച് ചെറിയ അറിവുണ്ട്, ജൂതന്മാർക്ക് ഇതിനെക്കുറിച്ച് ചെറിയ അറിവുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനായ പ്രവാചകനാണോ അല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മദീനയിൽ താമസിച്ചിരുന്ന അഹ്ബാറുകളിൽ ചിലര് റസൂലുള്ളാഹിനെ പരീക്ഷിച്ച കൂട്ടത്തിൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ? അവരുടെ ഏടുകളിൽ നിന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അവർക്ക് ചില ധാരണകളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുന്ന കാര്യം അത് അവരുടെ അടുക്കൽ ഏടുകളിൽ ഉള്ളതുപോലെ തന്നെയാണെങ്കിൽ അവരുടെ ഏടുകൾ എവിടെ നിന്ന് വന്നുവോ അത് അള്ളാഹുവിൽ നിന്ന് വന്നു, അള്ളാഹു ഇറക്കി എന്നവർ കരുതുന്നു. അതേപോലെ അള്ളാഹു ഈ കാലത്ത് ഒരു നബിയെ നിയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നബി ഇദ്ദേഹം തന്നെ ആകും എന്ന ഒരു കൺക്ലൂഷനിലെത്താനാണ്. ആണെങ്കിലും അവർ നബിയെ പിന്തുടരുന്നതിൽ എത്തൂല. കാരണം അവർക്ക് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളാവണം എങ്കിൽ അവർ പിൻപറ്റുള്ളൂ. അറബികളിൽപ്പെട്ട ഒരാളാകുമ്പോൾ ആ കാരണത്താൽ തന്നെ അവർ കളവാക്കിയത് അതുകൊണ്ടാണ്. അതുപോട്ടെ, വേറെ വിഷയം. ഇവിടെ ചോദിക്കുന്നത് അം ഹസിബ്, നീ കരുതുന്നുണ്ടോ, അന്ന അസ്ഹാബൽ കഹ്ഫ്, ആ ഗുഹയിൽ താമസിച്ച ആളുകൾ, ഗുഹയുടെ ആളുകൾ, ഗുഹാവാസികൾ, അതുപോലെ തന്നെ റഖീം, എഴുതപ്പെട്ടിട്ടുള്ള ആ ഫലകം, അതിന് വേറെ വ്യാഖ്യാനങ്ങളുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. റഖീം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇവരുടെ പേരും അവരുടെ വിവരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഫലകം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അൽഹറായ തഫ്സീർ. ഇതില് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യം വന്നിട്ടുണ്ട്. അവരെ ഗുഹയിലുണ്ടായിരുന്ന ആളുകൾ 7 ആളുകൾ എന്നതാണ് ഏറെക്കുറെ അതിലുള്ള എന്റെ വിശദാംശത്തിൽ എത്തുമ്പോൾ നമുക്കറിയാം. 7 ആളുകളും അതുപോലെ തന്നെ കെൽബ്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായയും. ഈ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ഡീറ്റെയിൽ, അവരുടെ പേര്, അവരുടെ കുടുംബം, അവരുടെ ഉപ്പാന്റെ പേര്, ഇങ്ങനെയുള്ള ഡീറ്റെയിലുകളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഫലകമാണ് ഇവിടെ. ആ എഴുതപ്പെട്ടിട്ടുള്ള ഫലകത്തിനാണ് ഇവിടെ റഖീം എന്ന് പറഞ്ഞത്. സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം താബിഈങ്ങളിൽ
ഏറ്റവും അഗ്രേസരനായ താബിഈ വര്യനാണ്, അദ്ദേഹമാണ് ആ തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു തഫ്സീർ ഇബ്നു അബ്ബാസിൽ നിന്ന് പിന്നെ ഖതാദ പോലെയുള്ള ആളുകളും ഒക്കെ ഉദ്ധരിക്കുന്ന വേറെ തഫ്സീറുകളുണ്ട്. അത് ഈ ഗുഹ നിലനിന്നിരുന്ന മലയുടെ പേരാണ്, അല്ലെങ്കിൽ ഈ ഗുഹ സ്ഥിതി ചെയ്തിരുന്ന ആ താഴ്വരയുടെ പേരാണ്, അതല്ല ഈ ഗുഹാവാസികൾ ഉണ്ടായിരുന്ന ആ നാട്ടിന്റെ പേരാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും അദ്ഹറായ ഖൗല്, ഖുർആനിന്റെ പരാമർശങ്ങളോട് യോജിക്കുന്നതും അതുപോലെ തന്നെ റിവായത്തുകളിൽ നിന്ന് തർജീഹ് ചെയ്യാൻ പറ്റുന്നതുമായ ഖൗല് ഇതാണ്. അത് എഴുതപ്പെട്ട, ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫലകമാണ്. എന്തായിരുന്നു അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്? അത് അഹ്ലുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ്, അവരുടെ വിവരങ്ങളാണ്, അവരുടെ പർട്ടിക്കുലേഴ്സ് ആണ് എഴുതിയത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കരുതുന്നുണ്ടോ? കാനൂ മിൻ ആയാതിന അജബ, നമ്മുടെ ആയാത്തുകളിൽ വലിയ ഒരു അത്ഭുതമാണത് എന്ന് നിങ്ങൾ കരുതുന്നുവോ? അതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അവന്റെ അടിയാറുകൾക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ അതിൽ അവരെ അത്ഭുതം ജനിപ്പിക്കലല്ല അതിന്റെ ലക്ഷ്യം എന്താണ്? അത് ദൃഷ്ടാന്തങ്ങളാണ്, കുറിമാനങ്ങളാണ്, അടയാളങ്ങളാണ്. എന്തിനെ സൂചിപ്പിക്കുന്ന അടയാളം? ഏതിലേക്കുള്ള അടയാളം? ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, നിയന്താവുണ്ട്, പരിപാലകനുണ്ട്. അവന്റെ കൃത്യമായ നിയന്ത്രണത്തിലും പരിപാലനത്തിലൂടെയുമാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് ഇത് സൃഷ്ടിച്ചത്, അവന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ് ഇത് എല്ലാം തന്നെ. അതിനാൽ ഈ സൃഷ്ടികളെല്ലാവരും അവന്റെ ആ റുബൂബിയ്യത്ത്, രക്ഷാധികർത്തൃത്വവും അതുപോലെ തന്നെ ഉലൂഹിയ്യ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന അവനുള്ള ഉലൂഹിയ്യത്ത്, ആരാധ്യതയും അംഗീകരിക്കണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളായിട്ടാണ് വെക്കുന്നത്. ഇത് വലിയൊരു അത്ഭുതമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാനൊന്നുമില്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ അത്ഭുതങ്ങൾ വേറെ അള്ളാഹു മനുഷ്യരെ കാണിക്കുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ മനുഷ്യരെ കാണിക്കുന്നുണ്ട്. ഇതിനേക്കാളും വലുതുണ്ട്, ഇതേപോലത്തതുണ്ട്. അത് അള്ളാഹു എവിടെയൊക്കെ കാണിക്കും? സനുരീഹിം ആയാതിന ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ ഇതുപോലുള്ളത്, ഇതിനേക്കാൾ വലുത്, ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ നാം കാണിക്കും ചക്രവാളങ്ങളിൽ ഉടനീളം. എന്നല്ല വഫി അൻഫുസിഹിം, അവരോരോരുത്തരുടെയും നഫ്സിൽ തന്നെയും, ആത്മാക്കളിൽ തന്നെയും. എന്തിനാണത്? ലിയതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അവർക്ക് ആ അടയാളങ്ങളിൽ നിന്ന്, ലക്ഷണങ്ങളിൽ നിന്ന്, തെളിവുകളിൽ നിന്ന്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, കുറിമാനങ്ങളിൽ നിന്ന് ഹക്ക് അവർക്ക് വ്യക്തമായി കിട്ടാൻ. ഇന്നത് ബാത്തില്, ഇന്നത് ഹക്ക്. ഹക്കും ബാത്തിലും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കുറിമാനങ്ങൾ അള്ളാഹ് സ്ഥാപിക്കുന്നത്. അത് പ്രപഞ്ചത്തിൽ ഉടനീളം അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. മനുഷ്യരാണെങ്കിൽ മനുഷ്യരുടെ ആത്മാക്കളിൽ തന്നെ അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതിൽ വലുതും ചെറുതുമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ച് ഇത് അത്ര വലിയൊരു അത്ഭുതമായിട്ട് നിങ്ങൾ കരുതണ്ട. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണിത്. അതൊരു അത്ഭുതം എന്നതിനേക്കാൾ അതൊരു അജബായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ ഇതൊരു വലിയ അത്ഭുതം അല്ല. ഇതിനും വലിയ കാര്യങ്ങൾ, ഇതൊരു ദൃഷ്ടാന്തത്തിന് വേണ്ടി അള്ളാഹു വെച്ചതാണ്. അപ്പൊ ഈ സംഭവം ഖുർആനിലൂടെ അള്ളാഹ് നമ്മെ അറിയിക്കുന്നത് നമുക്കതിൽ നിന്ന് ചില പാഠങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും കൂടിയാണ്. അവിടെ അം ഹസിബ്ത എന്ന് പറയുമ്പോ ആ അം എന്ന് പറയുന്നത് ഇസ്തിഫ്ഹാമാണ്, ആണോ എന്ന ചോദ്യമാണ്. ആ ചോദ്യം ആണോ എന്ന് ഇവരോട് ചോദിച്ചന്വേഷിക്കല്ല, അത് നഫീന് വേണ്ടി അല്ല എന്ന നെഗേഷൻ, നിഷേധമായ അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുക. അപ്പൊ നിങ്ങൾ അങ്ങനെ കരുതുന്നുവോ? എങ്കിൽ കരുതേണ്ടതില്ല. അസ്ഹാബുൽ കഹ്ഫും റഖീമും അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തം എന്നല്ലാതെ വലിയൊരു അത്ഭുതമല്ല. അതിലും വലുത് ഇതുപോലുള്ളത് യഥേഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സത്യത്തിലേക്ക് നയിക്കാൻ, നമുക്ക് സത്യം വ്യക്തമാക്കി വ്യവച്ഛേദിച്ച് കാണിച്ചു തരാൻ
അള്ളാഹു വേറെയും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാക്കളിലുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, ഈ ചക്രവാളത്തിൽ ഉടനീളം അള്ളാഹു അത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് ഇത് മുജ്മലായ ഏറ്റവും ചുരുക്കിയ ഒരു ഖൗലാണ്. അപ്പൊ അതിന് അസ്ഹാബുൽ കഹഫ്, ആ ഗുഹയുടെ ആളുകൾ, ഗുഹാവാസികൾ, ആ ഗുഹാവാസികളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ, പർട്ടിക്കുലേഴ്സ്, ആ വിവരണങ്ങൾ എഴുതിയിട്ടുള്ള ഫലകം, അപ്പൊ അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു അത്ഭുതമാണ്. മുൻകാലക്കാരായ പൂർവ്വ ഗ്രന്ഥത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെയാണ് നബിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാരുടെ കൂട്ടത്തിലുള്ള അഹ്ബാറുകൾ ചോദിച്ചന്വേഷിച്ചപ്പോൾ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കതൊരു വലിയ അത്ഭുതമായിരിക്കാം. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ സൃഷ്ടികളിൽപ്പെട്ട വലിയൊരു അത്ഭുതമല്ല ഇത്. ഇതൊരു ദൃഷ്ടാന്തം മാത്രമാണ്. ഇതിലും വലുതും ഇതുപോലുള്ളതും ഇതിലും ചെറുതുമായ അനവധി നിരവധി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മെ നയിക്കുന്ന, അവന്റെ ശറഇലേക്ക് നമ്മെ നയിക്കുന്ന അനവധി നിരവധി ദൃഷ്ടാന്തങ്ങൾ വേറെയും ഉണ്ട്. ഇനി ഇത് മൊത്തത്തിൽ പറഞ്ഞു. ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാണ്. ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ് ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഇ ലനാ മിൻ അംരിനാ റശദ. ഇത് കുറച്ച് ചെറുപ്പക്കാരാണ്. ഫിത്തിയത്ത് എന്ന് പറയുന്നത്, ഫതൻ എന്ന് പറയുന്നതിന്റെ ജംഅ്, അത് ജംഉ ഖില്ല എന്ന് പറയും. അറബിയിൽ ബഹുവചനം തന്നെ രണ്ട് രൂപത്തിലെടുക്കും. പല രൂപത്തിലെടുക്കുന്നതിൽ രണ്ട് രൂപം പറയാം. ഒന്ന് ഖില്ലത്തിന്റെ ജംഉണ്ട്, മറ്റൊന്ന് കസറത്തിന്റെ ജംഉണ്ട്. 10 താഴെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് ജംഉ ഖില്ലത്തിൻ. 10 കൂടുതൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ജംഉ കസറത്തിൻ. ഇങ്ങനെയാണ് പറയാം. ഫതൻ എന്ന് പറയുന്നതിന്റെ ജംഉ ഖില്ലത്തിൻ, ഫതൻ ഒരു യുവാവ്, അപ്പോൾ ഒന്നിലധികം യുവാക്കളുണ്ട്, പക്ഷെ 10 കൂടുതലില്ല. അങ്ങനെ വരുമ്പോ ഫിത്തിയത്ത് എന്നാണ് പറയാ. ശരിക്ക് ഈ യൂത്ത് അല്ലെങ്കിൽ യുവാക്കൾ എന്ന് പറയുന്നതിന് ഒരു വലിയ പരിഗണന, അവർക്കൊരു പ്രത്യേകമായ ശ്രദ്ധയും ഒരു കരുത്തും അവരുടെ കാര്യത്തിൽ ഉള്ളത് ദീനിന്റെ മഖാസിദിൽപ്പെട്ടതാണ്. ദീനിന്റെ ദലീലുകളിൽ, തെളിവുകളിൽ നമുക്കത് കാണാനും സാധിക്കും. കാരണം ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല ഉദ്ധരിച്ച മുസ്നദിൽ ഒരു ഹദീസ് തന്നെ ഉണ്ട്. സാധാരണ സത്യത്തിലേക്ക് വരാനും സത്യം സ്വീകരിക്കുവാനും ചെറുപ്പക്കാർക്കാണ് പ്രായമായ ആളുകളെക്കാൾ വളരെ എളുപ്പമാവുക. പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള മുൻവിധികൾ, അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ചില ശീലങ്ങൾ, സമ്പ്രദായങ്ങൾ, അതവർക്ക് പ്രശ്നങ്ങളുണ്ട്. സമൂഹത്തിൽ അവര് കെട്ടിപ്പടുത്തു കൊണ്ടുവന്നിട്ടുള്ള ചില അംഗീകാരങ്ങളും ബന്ധങ്ങളും അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് കുറച്ചും കൂടി ഐഡിയലിസ്റ്റിക് ആയിരിക്കും. അത് സത്യമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി നേരെ സത്യത്തിലേക്ക് അങ്ങ് പോകാൻ കുറച്ചുകൂടി ഔത്സുക്യവും അതിനുള്ള ഒരു ഉത്സാഹവും കാണിക്കുന്നത് ചെറുപ്പക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ സംബന്ധിക്കുന്ന ഒരുപാട് അനവധി ഹദീസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ 7 വിഭാഗത്തിന് തണൽ കിട്ടുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അതിൽ വളർന്നു വന്ന ഒരാള്. യുവത്തൊക്കെ വേറെ വഴികെട്ട രൂപത്തിൽ, തെറ്റിയ രൂപത്തിൽ നടന്ന് പിന്നെ അവസാന കാലത്ത് മടങ്ങി വരുന്നതിനേക്കാളും ഫളലുണ്ട്, മികവുണ്ട്. കൂടുതൽ കാലം, അതും ജീവിതത്തിന്റെ പ്രൈം യൂത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത്തരക്കാരായ ആളുകൾ 7 വിഭാഗത്തിന് ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ കിട്ടുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം അവരാണ്. ശാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബി. അപ്പൊ ഇവര് ഫിത്തിയത്തായിരുന്നു. ഈ പറഞ്ഞ ആളുകൾ 7 ആളുകൾ എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാം. അതിലുള്ള ഖിലാഫ് ആയത്ത് വരുമ്പോ ഞാൻ പറയാം. ആ 7 ആളുകൾ 7 ചെറുപ്പക്കാരാണ്.
അവര് ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹഫ്, അവര് ആ ഗുഹയിൽ, പിന്നെ ആ ഗുഹയുടെ പേര്, അതുപോലെ തന്നെ ഇവരുടെ ഈ ഫിത്തിയത്ത് എന്ന് പറഞ്ഞതിൽ ആ 7 ചെറുപ്പക്കാരാണെങ്കിൽ ആ ചെറുപ്പക്കാരിൽ ഓരോരുത്തരുടെയും പേര്, അതിൽ ഏറ്റവും പ്രധാനിയായ ചെറുപ്പക്കാരന്റെ പേര്, ഇതൊന്നും അള്ളാഹ് പറയുന്നില്ല. അള്ളാഹ് പറയുന്നില്ല, കാരണം ആ പേരുകളല്ല അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം. ഈ ചരിത്ര ശകലത്തിന്റെ ഗുണപാഠം എന്താണോ അതിലാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. അത് നമുക്ക് നൽകുന്ന ഗുണപാഠത്തിൽ ഇവരുടെ പേരിന്നതായി, അല്ലെങ്കിൽ ഗുഹയുടെ പേരിന്നതായി, ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയിന്നതായി, അതൊന്നും അതിന്റെ പേരറിഞ്ഞത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം വരാനില്ല. ഇത് ഈ മല എവിടെയാണ് അതാലോചിച്ചിട്ട് കുറെ വ്യാഖ്യാനങ്ങളുമായിട്ട് പോകുന്ന ആളുകളുണ്ട്. അതുണ്ടായിരുന്നത് ഐലയിലാണ്, അതുണ്ടായിരുന്നത് നീനവയിലാണ്, അതുണ്ടായിരുന്ന റൂമിലാണ്, ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. ഇതെല്ലാം അശ്വുൽ കല എന്ന് വെച്ചാൽ നോൺസെൻസ് എന്ന് തന്നെ പറയാവുന്ന അസംബന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ ഈ മലയുടെ പേര്, അതിന് ഒരുപാട് പേരുകൾ പറയും. അവരുടെ നായന്റെ പേര് ഖിത്മീർ എന്നായിരുന്നു, അതിന് വേറെ പേര് പറയും. ആ മലന്റെ പേര് അത് ഇഖ്ലാസ് എന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ പേര് പറയും. ഇതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അതിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. കാരണം നമുക്കതിൽ നിന്ന് കിട്ടേണ്ട ഗുണപാഠത്തിൽ ഈ പേരുകൾക്കൊരു സ്ഥാനമല്ല. അവര് ചെറുപ്പക്കാരായിരുന്നു, 7 ചെറുപ്പക്കാരായിരുന്നു. അവര് ഒരു ഗുഹയിൽ അഭയം തേടി. അവൽ ഫിത്തിയത്തു ഇലൽ കഹഫ്, ഇതാണ് അതിലെ പാഠം. അവരൊരു ഗുഹയിലേക്ക് അഭയം തേടി. അത് അഭയം തേടിയിട്ട് എന്ത് പറഞ്ഞു? ഫഖാലു, ആ ഗുഹയിൽ അഭയം തേടിയിട്ട് അവര് അള്ളാഹുവിനോട്, ആ ഏകാന്തമായ സ്വസ്ഥമായ ശാന്തമായ ഗുഹക്കുള്ളിൽ വെച്ചിട്ട് അള്ളാഹിനോട് അവര് ദുആ ചെയ്യുന്നത്, റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. അല്ലാഹുവേ, ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് ഞങ്ങൾക്ക് തരണം. റഹ്മത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അൽ ഹുസൂലു അലാ മഅ്മൂലിക്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് ലഭിക്കുക. വന്നജാതു മിൻ മഹ്സൂരിക്, ഏതൊരു കാര്യത്തെയാണോ നീ ഭയപ്പെടുന്നത് ആ കാര്യത്തിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടുക. വൽ ഗുഫ്രാൻ മിമ്മാ മളാ മിൻ ദുനൂബിക്, നിന്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹ് നിനക്ക് പുറത്തു തരിക. അതുകൊണ്ട് അള്ളാഹുവേ, ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത് നീ ഫലവത്താക്കി തരണം. ഞങ്ങൾ ചില കാര്യങ്ങൾ പേടിച്ചാണ് വരുന്നത്, ആ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ തരണം. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ തെറ്റുകളോ കുറ്റങ്ങളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് റഹ്മത്ത് തരണം. എന്നിട്ട് വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ ഒരു സൗകര്യം ചെയ്തു തരണം. ഹയ്യ യുഹയ്യു എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനാ പറയാ, സൗകര്യം ഒരുക്കി കൊടുക്കുക. ഞങ്ങൾക്ക് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്ത് തരണം റബ്ബേ. മിൻ അംരിനാ റശദൻ, റശദായിട്ടുള്ള കാര്യം, വളരെ പക്വമായിട്ടുള്ള, ഞങ്ങൾ നേരിലാകണം, തെറ്റിലേക്ക് പോകരുത്. ഞങ്ങളെ ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രയാസപ്പെടുകയും ചെയ്യരുത്. ഞങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷ കിട്ടണം, ദുനിയാവിന്റെ കാര്യത്തിലും ഞങ്ങൾക്ക് സുരക്ഷ കിട്ടണം. ഇവരുടെ കാര്യത്തിലുള്ള ഈ ചരിത്രം ഇത് നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠത്തിന്റെ ക്യാമ്പ് ഇവിടെ പരാമർശിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ സലാമത്തുൽ അദിയാനി വ സലാമത്തുൽ അബ്ദാൻ, ഇതാണ് അതിന്റെ കാര്യം. അതിന്റെ കഴമ്പ് അവിടെയാണ്. നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സലാമത്തുൽ അദിയാൻ, നമ്മുടെ ദീനിന് പരിക്ക് പറ്റാതെ, ദീനിന് യാതൊരു തരത്തിലുള്ള ദോഷവും സംഭവിക്കാതെ, പരിക്ക് പറ്റാതെ സംരക്ഷിച്ചു നിർത്താൻ പറ്റണം. അതേപോലെ തന്നെ സലാമത്തുൽ അബ്ദാൻ, ഈ ദീനനുസരിച്ചിട്ട് എത്ര കാലം നമുക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നു, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നുവോ അതിനനുസരിച്ചാണ് പ്രതിഫലം. ആയുസ് അള്ളാഹ്ക്കുള്ള ഇബാദത്തിലും താഴത്തിലും ഈമാനിലും ആയുസ് കൂടുന്നതാണ് നല്ലത്, ആയുസ് കുറയുന്നതല്ല. ദീർഘായുസ് നല്ലതാണ്, പക്ഷേ അലൽ ഈമാനി വ ത്വാഅത്തിർ റഹ്മാൻ, ഈമാനിലും ത്വാഅത്തിലും ആകണമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ആയുസ് നീട്ടണേ എന്ന് പറയുമ്പോൾ
വെറുതെ കുറച്ച് ആയുസ് കിട്ടിയിട്ട് ഒരു കാര്യമല്ല, ലാ ഖൈറഫി. മറിച്ച് ആയുസ് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈമാൻ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ത്വാഅത്തുകൾ വഴി വർദ്ധിപ്പിക്കാനാണ്. അங்கே ഖൈറാണ്. അപ്പോ ഈ ത്വാഅത്തും ഈമാനും വർദ്ധിപ്പിക്കണമെങ്കിൽ ഇവർക്ക് ഇവരുടെ ശരീരം കൂടി രക്ഷപ്പെട്ട് കിട്ടണം. ഇവരുടെ ശരീരം അപകടപ്പെടുന്ന സ്ഥിതി ഉണ്ട്, ഇവരുടെ ദീൻ അപകടപ്പെടുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് അവരവിടുന്ന് ഈ ഗുഹയിലേക്ക് മാറിയത്. ആ ഗുഹയിലേക്ക് അവർ പോകുന്നത് അവരുടെ ദീൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ദീൻ രക്ഷപ്പെട്ടിട്ട് പിന്നെ അവർക്ക് ജീവിക്കണമെങ്കിൽ ആ ദീൻ അനുസരിച്ചിട്ട്, ദീൻ രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരല്ലോ, ആ ദീൻ അനുസരിച്ച് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ട് ഈമാൻ വർദ്ധിപ്പിക്കണം, ഇബാദത്ത് വർദ്ധിപ്പിക്കണം, താഴ്ത്ത് വർദ്ധിപ്പിക്കണം. അതിനവർക്ക് അവരുടെ സലാമത്തുൽ അബ്ദാൻ, ബദനും രക്ഷിക്കണം, ശരീരം രക്ഷിക്കണം. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം. ഈ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസർ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാ തുസ്കുൻ ബലദൻ, ഒരു നാട്ടിൽ നീ താമസിക്കരുത്. താമസിക്കാൻ നീ ഒരു നാട് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ ഉണ്ടോന്ന് നോക്കിയിട്ട് വേണം താമസിക്കാൻ എന്നാ പറഞ്ഞത്. ഒന്ന്, ആ നാട്ടില് ഒരു ആലിമുൻ യുംബീക അൻ ദീനിക്, നിന്റെ ദീന് ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ്, ഇത് ഹഖാണ്, ഇത് ബാത്തിലാണ്, ഈ ഫുർഖാൻ, ഈ വേർതിരിവ് അത് പറഞ്ഞു തരാൻ പറ്റിയ ആലിമുണ്ടോ ആ നാട്ടിൽ താമസിക്കാം. അപ്പൊ ദീന് സലാമത്താകാൻ, ദീനിൽ സഹായകമാകുന്ന ഒരാൾ അവിടെ ഉണ്ട്. രണ്ടാമത്തേത്, ഒരു ഡോക്ടർ വേണം, ഒരു ചികിത്സിക്കുന്ന ഒരു ത്വബീബ് വേണം. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? നിന്റെ ശരീരത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഡോക്ടർ, ഒരു ചികിത്സാരി കൂടി വേണം. അത് രണ്ടും ഇല്ലാത്തയിടത്ത് നീ താമസിക്കരുത്. ഇപ്പൊ നാട് തെരഞ്ഞെടുക്കുമ്പോ, താമസിക്കാൻ തെരഞ്ഞെടുക്കുമ്പോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണോ, വിമാനത്താവളത്തിന്റെ അടുത്താണോ, അല്ലെങ്കിൽ അവിടുന്ന് പാർക്കിലേക്ക് പോകാൻ എളുപ്പമാണോ, ബീച്ച് അടുത്തുണ്ടോ, ഇതൊന്നല്ല പരിഗണിക്കേണ്ടത് അതിന് നമുക്ക് ദീൻ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമാകുന്ന ആലിമീങ്ങളുണ്ടോ, വളരെ നല്ലതാണ്. ആലിമീങ്ങളുടെ സുഹബത്തില്, അഖിയാറുകളുടെ സുഹബത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ബർക്കത്തുണ്ട്. ഇപ്പൊ ഇവരുടെ നായന്റെ വിഷയം വരുന്നിടത്ത് ആ ബർക്കത്തിന്റെ കാര്യം മുഫസ്സിരീങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ആ നായ ഇവരുടെ പിന്നാലെ പോയതോട് കൂടിയിട്ട് ആ നായ പിന്നെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട നായയായി, തലമുറകൾ എടുത്തു പറയുന്ന നായയായി, സാധാരണ നായ അല്ല. ആ നായക്ക് വാല്യൂ കൂടിയില്ലേ? അതെന്തുകൊണ്ട്? ബിസബബി സുഹ്ബത്തിൽ അഖിയാർ, അഖിയാറുകളോട് സഹവസിച്ചു, നല്ലവരായ ആളുകളോട് സഹവസിച്ചു എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ ഏതാണെങ്കിലും ശരി, ഇവര് പോകുന്നത് ഒന്നാമത്തത് അവരുടെ ദീനിന്റെ സലാമത്തിന് വേണ്ടിയാണ്. ദീനിന്റെ സലാമത്തിന് വേണ്ടിയിട്ട് അവരുടെ നാട് വിട്ടു. കാരണം ആ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ, ദിഖ്യാനൂസ് എന്നാണ് രാജാവിന്റെ പേര് പറഞ്ഞത്. ഞാൻ ആ പേരിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പണി എന്താന്ന് ചോദിച്ചാൽ, ബരത്തരക്കാരെ വിളിച്ചു കൊണ്ടുവരും, താഹൂത്തുകൾക്ക് ഇബാദത്ത് ചെയ്യാനും അപ്പോ പിന്നെ സ്വാഭാവികമായി ദിഖ്യാനൂസ് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവ് പിന്നെ ആൾ വലിയ വിഗ്രഹാരാധകനാണ്. അതുകൊണ്ട് തന്നെ അസ്വനാമുകളെ ഇബാദത്ത് ചെയ്യണം, വിഗ്രഹങ്ങളെ ആരാധിക്കണം. അതുപോലെ തന്നെ താവൂത്തുകൾക്ക് ദബഹ് നടത്തണം, കള്ളദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ബലി നടത്തണം. അത് നടത്താത്തോലെ ഒന്നുകിൽ ഈ ദീനിലേക്ക് മാറുക, അല്ലെങ്കിൽ കൊല്ലുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നടപടി. അവിടുന്ന് ഇവര് പറയപ്പെട്ടിടത്തോളം, ചരിത്രത്തിൽ പറയപ്പെട്ടിടത്തോളം, അവരവിടുത്തെ പ്രധാനികളും റോമിലുണ്ടായിരുന്ന അവിടുത്തെ രാജകുടുംബത്തിന്റെ അംഗങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരുമാണ് എന്നൊക്കെ ഇവരുടെ ചരിത്രത്തിൽ വേറെ ഇങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഹശുവായ കലാമിൽപ്പെട്ടൊരു വാചകം മുഫസ്സിറുകൾ എഴുതി വെച്ചതുമാണ്. ആണെങ്കിലും ശരി, അവരുടെ ഇല്ല, ഞങ്ങള് ഇങ്ങനെയുള്ള ഈ വ്യാജ ദൈവങ്ങളെ, കള്ള ദൈവങ്ങളെ ആരാധിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞ് അവരുടെ ദീൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറി നിന്നതാണ്. ആ മാറി നിന്നപ്പോ അവര് മാറി നിൽക്കുക മാത്രമല്ല, അവര് ചെയ്തത് അതിനുവേണ്ടി മാറി നിൽക്കുക എന്നത് സഅയാണ്, അവരുടെ ശ്രമമാണ്.
ആ ശ്രമം കൊണ്ട് മാത്രമായില്ല, അവര് അള്ളാഹിനോട് കരളുരുകി കൈ ഉയർത്തിയിട്ട് അവർ അള്ളാഹിനോട് പറയാണ്, ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. അപ്പൊ വെറും സഅയ് മാത്രം പോരാ, വലിൽതിജാഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അഭയം തേടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നുള്ളത്. ഇത് രണ്ടും കൂടിയായി. ഇതാണ് അതിന്റെ ഗുണപാഠത്തിൽ രണ്ടാമത് നമ്മൾ ചേർക്കേണ്ടത്. ഒന്ന് സലാമത്തുൽ അദിയാനി വ സലാമത്തുൽ അബ്ദാൻ, ദീനും ശരീരവും രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത് അഹമ്മു ശൈ. രണ്ടാമത്തേത്, അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മനുഷ്യൻ കൈക്കൊള്ളേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള സബബുകൾ, അതിനുള്ള നിമിത്തങ്ങൾ എന്താണോ ആ നിമിത്തം ചെയ്യണം. ഇവർ നിമിത്തം ചെയ്തത് എല്ലാവരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മാറി അവർ ഗുഹയിലേക്ക് പോയി. ആ നിമിത്തങ്ങൾ അസ്ബാബുകൾ ചെയ്താൽ അത് മാത്രം പോരാ, അസ്ബാബ് ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം, അള്ളാഹിനോട് ഇസ്തിആനത്ത് നടത്തണം, അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം, അള്ളാഹിനോട് ദുആ ചെയ്ത് സഹായം ചോദിക്കണം. രണ്ടും അവർ ചെയ്തു. അപ്പൊ അവരുടെ കൂടെ നായ വന്നു, ആ നായക്കും സ്ഥാനം ഉണ്ടായി. അപ്പൊ നല്ലോരെ കൂടെ കൂടുന്ന നായന്റെ സ്ഥാനത്താണെങ്കിൽ നല്ലോരെ കൂടെ നടക്കുന്ന മനുഷ്യന്മാരുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു നായ്ക്ക് അള്ളാഹ് പകല് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ നായന്റെ കാര്യം മാത്രം പറഞ്ഞു പോയി എന്ന് വെക്കണ്ട, മറ്റ് പിന്നെ തരീഖത്തിനൗല ഔലവീയത്തോണ്ട് മനുഷ്യന്മാരുടെ കാര്യം എത്ര എത്തും. അപ്പൊ ചിലര് നല്ല അഖ്യാറുകളുടെ കൂടെ, സ്വാലിഹ്യങ്ങളുടെ കൂടെ ഒരു മനുഷ്യൻ വന്ന ആ മനുഷ്യനും കുറച്ച് കഴിയുമ്പോ സ്വാലിഹായി തന്നെ തീരും, യാതൊരു സംശയമല്ല. അവിടെയാണ് അൽ അർവാഹു ജുനൂദും മുജന്നദ എന്ന ഹദീസ് പ്രസക്തമാകുന്നത്. ഇമാം മുസ്ലിം തന്റെ സഹീൽ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ് പലപ്പോഴും നിങ്ങൾ കേട്ടതാണ്. അർവാഹുകൾ ജുനൂദും മുജന്നദ, അവിടെ ജുനൂദും മുജന്നദാവും മാ തആറഫ മിൻഹ ഇഖ്തലഫ് എന്ന് പറയുന്ന ഹദീസ് അവിടെയാണ് പ്രസക്തമാകുന്നത്. ഏതാണെങ്കിലും അവർ ഗുഹയിലേക്ക് അഭയം തേടി, അത് അവരുടെ സഅയ്. അതിനുശേഷം അവർ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തിയ ഇസ്തിആനത്താണ് ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇവര് ഒന്ന് ദീൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, രണ്ട് അവരുടെ ശരീരം കാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതിന് അള്ളാഹു പറഞ്ഞതുപോലെ സബബുകൾ, അതിന് കൈക്കൊള്ളേണ്ടതായ നിമിത്തങ്ങൾ കൈക്കൊള്ളുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഇസ്തിആനത്ത് നടത്തുകയും ചെയ്തു. ഇത് ഏറ്റവും ശരിയായ നടപടിയാണ്. അള്ളാഹ് അവരുടെ ദുആ സ്വീകരിച്ചു. ഫളറബ്നാ അലാ ആസാനിഹി ഫിൽ കഹ്ഫി സിനീന അദദ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ അവർക്ക് ശേഷം വരുന്ന മാലോകർക്ക് ഒരു ഗുണപാഠമാകുന്നതിന് വേണ്ടി ഒരത്ഭുതമുണ്ടാക്കി. അവരെ ലറബ്ന അലാ ആസാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ, വർഷങ്ങൾ അവരെ ആ ഗുഹയിൽ അങ്ങ് ഉറക്കിക്കിടത്തി. ലറബ അലാ ഉസ്നിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ചെവിമേൽ അടിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഒന്നും പറയുന്നത്, ചുറ്റുപാടുള്ള ഒരു കാര്യം ഒന്നും കേൾക്കൂല, കേൾക്കാത്ത വിധം, ഒന്നും അറിയാത്ത വിധം അവരുടെ അർവാഹികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഉയർത്തിയ പോലെ, അവരുടെ നഫ്സിനെ അള്ളാഹ് ഉയർത്തിയതുപോലെ അവരുടെ ഭൗതികമായ ശരീരത്തിന് ഒരു കേടും വരുന്നില്ല. കണ്ണ് തുറന്നാണ് കിടക്കുന്നത്. കണ്ണ് തുറന്നു കിടക്കുമ്പോ ഇനി എത്ര വർഷം കടന്നാലും അത് കേടുവരില്ല. അതിന്റെ ആനിമേഷൻ, അതിന്റെ വെജിറ്റേഷൻ അതൊരിക്കലും ഡീകേ ചെയ്യപ്പെടില്ല, അതൊരിക്കലും തകരാറ് വരില്ല. അതുകൊണ്ട് തന്നെ കണ്ണ് തുറന്നു കിടക്കുന്നുണ്ട്, എന്നാൽ ചെവിയിൽ ഒന്നും ഒരു കേൾക്കുന്നില്ല. അങ്ങനെ അവരങ്ങ് ഉറക്കിക്കിടത്തി അള്ളാഹ്. അത് എത്രയെന്ന് പറഞ്ഞാൽ പിന്നെ 309 കൊല്ലം എന്നാണ്. അത്ഭുതല്ലേ? 309 കൊല്ലം. അത് നമുക്കൊരു അത്ഭുതമാണ്. അള്ളാഹിനെ സംബന്ധിച്ച് അതൊരു അത്ഭുതമൊന്നുമല്ല, ഒന്നുമല്ല. അത് അള്ളാഹ് ഒരു ആയത്താക്കി നമുക്ക് വെച്ചു തന്നിരിക്കുകയാണ്. ഫളറബ്നാ അലാ ആസാനിഹിം, അവരെ നാം ഉറക്കിക്കിടത്തി, ഫിൽ കഹ്ഫി ആ ഗുഹയിൽ, സിനീന അദദ ഒരുപാട് സംഖ്യയുള്ള വർഷങ്ങൾ. അതെത്രയെന്നുള്ളത് വേറുള്ളവർക്ക് കൃത്യമായി പറഞ്ഞു. അതാണ് പറഞ്ഞത് 309 വർഷം. അങ്ങനെ അവരവിടെ കടന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവർക്ക് ഡീറ്റെയിൽ പറയാത്തതും ഇവിടെ വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡീറ്റെയിൽ പറയുന്നതും കാണും. ചില കാര്യങ്ങളിൽ ഡീറ്റെയിൽ പറയും, പർട്ടിക്കുലറൈസ് ചെയ്യും, ചില സ്ഥലത്ത് അത് പറയില്ല. ആ പർട്ടിക്കുലറൈസ് ചെയ്യുന്നിടത്ത് നമുക്ക് നല്ല പാഠമുണ്ട്. അതുകൊണ്ടാണ് അവരല്ലാഹ് ഉറക്കിക്കിടത്തി എന്ന് മാത്രമല്ല, അത് വർഷങ്ങളോളം അതിലാണ് അതിന്റെ പ്രാധാന്യം.
ആ വർഷങ്ങളോളം അവിടെ ഉറക്കിക്കറിഞ്ഞ് അള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ അള്ള ഈ ദുനിയാവിൽ സാധാരണ വെച്ചിട്ടുള്ള നിയമങ്ങൾ അത് അള്ള വെച്ചതുപോലെ അതിനപ്പുറം വേറെ നിയമങ്ങളും വെക്കാം. നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണ അറിയപ്പെടുന്നുള്ള കാര്യകാരണ ബന്ധം. അള്ളാഹ്ക്ക് ആ കാര്യകാരണ ബന്ധം അല്ലാത്ത വേറെ സുന്നത്തുകളും അവന്റെ സൃഷ്ടികളിൽ നടപ്പിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളെങ്ങനെ 300 വർഷമൊക്കെ ഒരു കൂട്ടർ കിടക്കുക, അതൊരു ഗുഹയിൽ അവിടെ എന്തൊക്കെ സംഭവിക്കാം? ഈ ശരീരത്തിന്റെ വെജിറ്റേഷന്റെ കാര്യം എന്താണ്? ഈ ശരീരം എന്തുകൊണ്ട് ഡീക്കേ ചെയ്യപ്പെടുന്നില്ല, ജീർണിക്കുന്നില്ല? ഒക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ. എന്നിട്ട് സുമ്മ ബഅസ്നാഹും, ഖുർആനിൽ ഒരുപാട് സംഭവങ്ങൾ. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നതിന് പലതരത്തിലുള്ള തെളിവാണ് ഖുർആനിൽ അല്ലാഹു നമുക്കിടെ മുന്നിൽ വിശദീകരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ഇനം, നമ്മുടെ വിഷയം അതല്ലാത്തതിലേക്ക് ആ ഇനങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മരണാനന്തരം ജീവിതമുണ്ട്, പുനരുജ്ജീവിപ്പിക്കപ്പെടും, പുനരുത്ഥാനമുണ്ട് എന്ന് പറയുന്ന കാര്യത്തിനുള്ള ഒരു തെളിവ് മനുഷ്യലോകത്ത് ഇങ്ങനെ അള്ള മരിപ്പിച്ചിട്ട് പിന്നെ ജീവിപ്പിച്ചിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുത്തൻ എല്ലാവരോടെയും കൊന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിച്ച് അവസാനം അള്ളാഹു പറഞ്ഞൊരു പശുവിനെ അറുക്കൂ, അതിന്റെ മാംസത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ കൊല്ലപ്പെട്ട മനുഷ്യനെ അടിക്കൂ, അയാൾ ബഅസ് ചെയ്യപ്പെടും, അയാൾ റീസറക്ട് ചെയ്യപ്പെടും, പുനരുത്ഥാനം ഉണ്ടാകും. അയാൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന എന്ന ആളാണ് കൊന്നത്, അപ്പൊ കാര്യം കിട്ടുമല്ലോ. അങ്ങനെ അള്ള കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബഅസ് നടത്തിയ, മരിപ്പിച്ച് കിടത്തിയിട്ട് പിന്നെ ബഅസ് നടത്തിയ സംഭവങ്ങൾ, അതാണ് ഖവാരിഖുൽ ആദ. സാധാരണ നോർമൽ കോസ് ആൻഡ് ഇഫക്റ്റിന്റെ പുറത്ത്, സാധാരണ നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത്, സാധാരണ നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കും. ആ നടക്കാൻ അള്ള വിചാരിച്ച അള്ളാഹ്ക്ക് നടത്താൻ പറ്റും എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ്, ഏറ്റവും നല്ല തെളിവാണ്. അപ്പൊ ഈ ബഅസ് നമുക്കൊരു നല്ലൊരു ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ മരിച്ചാൽ പിന്നെ അള്ളാഹ്ക്ക് പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു പ്രയാസമില്ല. കാരണം കണ്ടോ, അസ്ഹാബുൽ കഹ്ഫിനെ കുറെ കാലം കിടത്തി പിന്നെ മുങ്ങി. അതേമാതിരി പലതും അള്ളാഹ്ക്ക് വിചാരിച്ചാൽ കഴിയും. അതിൽപ്പെട്ട ഒരു അത്ഭുതം കൂടി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുനരുജ്ജീവിപ്പിച്ചു. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ. അങ്ങനെ അവര് രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അവിടെ അവരുടെ കാര്യത്തിൽ തർക്കായി. എത്ര കാലാണ് ഇവരിങ്ങനെ ഉറങ്ങിക്കിടന്നത് അല്ലെങ്കിൽ മരിച്ചു കിടന്നത്? ഉറക്കവും മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വിൻസാണ്, ഐഡന്റിക്കൽ ട്വിൻസാണ്, ഒരു വ്യത്യാസമില്ല കേട്ടോ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മരണമാണ് സംഭവിച്ചതെങ്കിൽ കുറെ പിന്നെ അത് അങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു സമയം കഴിയുന്നതോടുകൂടി ശരീരം ജീർണിക്കാൻ തുടങ്ങും. അല്ല ഉറക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം ജീർണിക്കൂല എന്ന് മാത്രം. ബാക്കി ഇതിൽ രണ്ടിലും നടക്കുന്ന കോമൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാക്കളെ അള്ളാഹു ഏറ്റെടുക്കുന്നു. അള്ളാഹ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാക്കളെ പിടിക്കുന്നു. ഇതാണ് മരണത്തിൽ നടക്കുന്നത്. ഉറക്കലോ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, മരിക്കാതെ ഉറങ്ങിക്കിടക്കുന്നവരുടെ കാര്യത്തിലും അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അള്ളാഹു കൊണ്ടുപോവുക ചെയ്യുന്നത്. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞവരിൽ അള്ളാഹ് രണ്ട് വിധത്തിൽ ആളുകളെ കൈകാര്യം ചെയ്യുന്നു. ചിലരെ പിന്നെയും അവരെ ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഉറക്കം അവസാനിക്കുമ്പോൾ ആ ആത്മാവിനെ തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ അയക്കുന്നു. എന്നാൽ ചിലർ ഉറങ്ങിക്കിടന്നാൽ ഇനി അവൻ ജീവിക്കേണ്ടതില്ല, അവന്റെ ജീവൻ എവിടെ അവസാനിച്ചു, അതിന്റെ ലിമിറ്റിൽ എത്തിയെങ്കിൽ ആ റൂഹനെ ഇങ്ങോട്ട് തിരിച്ചയക്കുന്നില്ല. അങ്ങനെ എത്ര ആളുകൾ ഉറങ്ങിക്കിടന്നിട്ട് ഉണരാത്തതിന്റെ എത്ര ഉദാഹരണങ്ങൾ കുടുംബത്തിലും നാട്ടിലും നമ്മളെ കേൾവിയിലും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ എടുത്തു നോക്കും. ഏതാണെങ്കിലും ശരി, ഇതൊരു മരണമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലാണെങ്കിലും ബാക്കിയുള്ളിടത്താണെങ്കിലും ഇനിയിപ്പോ ഈ പറയുന്ന ബാക്കി നിലക്ക് പറയുന്ന വിവരങ്ങളിലാണെങ്കിലും മരണവും ഉറക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഐഡന്റിക്കൽ ട്വിൻസ് എന്നാണ് പറയുന്നത്. സമജാത യുഗ്മകങ്ങൾ പോലെ ഒരൊറ്റ ഇതിലുണ്ടായ ഇരട്ട കുട്ടികളുമായിരുത്ത സ്വഭാവമുള്ള രണ്ട് സാധനമാണ് ഉറക്കവും മരണം. ഇവരേതായിരുന്നാലും എത്ര കാലം ഇവർ കടന്നു എന്നായി പിന്നത്തെ തർക്കം അതായി. അങ്ങനെ ബഅസ് ചെയ്തു. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ. രണ്ട് കൂട്ടരായിട്ട് തിരിഞ്ഞു. അത്രയാണ് ഇത്രയാണ് ഇല്ല. ഇന്ന് ഓല് ഉറങ്ങിയത് ഒരു പകലിന്റെ തുടക്കത്തിലാണെന്നും ഉണർന്നത് ഒരു പകലിന്റെ അവസാനത്തിലാണെന്നും അതുകൊണ്ട് ഒരു പകലിൽ കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് അവർ പിന്നെ ചിലര് പറഞ്ഞത്. അതൊക്കെ കാര്യങ്ങൾ വരുന്നു. ഏതായിരുന്നാലും ശരി, അവരുടെ
എത്ര കാലം അവർ ഉറങ്ങിക്കടന്നു. ലബിസു, ദേ സ്റ്റേഡ് ഓവർ, അവർ എത്ര കാലം കഴിച്ചുകൂട്ടി. അമദൻ, അതിന്റെ ഡ്യൂറേഷൻ, അവർ കഴിച്ചുകൂട്ടിയിട്ടുള്ള കാലത്തിന്റെ ദൈർഘ്യം എത്രയാണ് എന്നതിനെ കുറിച്ച് അഹ്സ, ഏറ്റവും ക്ലിപ്തപ്പെടുത്താൻ പറ്റിയത് ആരാണ് എന്ന് നമ്മൾ നോക്കട്ടെ. അങ്ങനെ ആ വിഷയത്തിൽ അവരുടെ കാര്യത്തിൽ രണ്ട് കക്ഷികളായിട്ട് അങ്ങോട്ടും ആളുകൾ അവർ അത്രയാണ് അല്ല ഇത്രയാണ്, അങ്ങനെ അത്രയല്ല അല്ല ഇത്രയാണ്, അങ്ങനെ അവര് ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, ഒരു നൂറ്റാണ്ടല്ല, അവര് 3 നൂറ്റാണ്ടും 9 വർഷവും ഉറങ്ങിക്കിടന്നു. അതാണ് അതിന്റെ ഒരു അത്ഭുതം തന്നെ. അതാണ് അതിലുള്ള ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ബാക്കി നിയമങ്ങളൊന്നും അല്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നഹ്നു നഖുസ്സു അലൈക, നാം നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. എന്താണോ സംഭവങ്ങൾ ശരിക്ക് റോൾ ഔട്ട് ചെയ്തത്, എങ്ങനെയാണോ സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്തത്, റോൾ ഔട്ട് ചെയ്തത്, അതിനെ അതേമാതിരി ട്രാവേഴ്സിലേക്ക് കാലത്തിൽ പിറകോട്ട് പോയിട്ട് സംഭവിച്ചത് എന്ത് എന്നത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. അതാണ് ഖസ്സയഖുസ്. നബഅഹും, അവരെ കുറിച്ചുള്ള വൃത്താന്തം നിങ്ങൾക്ക് നാം പറഞ്ഞു തരാൻ പോവുകയാണ്. കേട്ടോളൂ. അത് ബിൽ ഹഖ്. ഇവിടെ പറയുന്ന ഈ വിവരണം എന്ന് പറഞ്ഞാൽ, ബാക്കി ജൂതന്മാർക്ക് അവരുടെ വെർഷൻ ഉണ്ടാകും, ക്രൈസ്തവർക്ക് അവരുടെ വെർഷൻ ഉണ്ടാകും, ബാക്കി ഐതിഹ്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അവരുടെ വെർഷൻ ഉണ്ടാകും. അതിലൊക്കെ തെറ്റും ശരിയും കൂടിക്കലർന്നിട്ടുള്ള സാധനമാണ്. എന്നാൽ തെറ്റും ശരിയും കൂടിക്കലരാതെ വെറും സത്യം മാത്രമായിട്ടുള്ള ഹക്കായിട്ടുള്ള അവരെ സംബന്ധിച്ചുള്ള വൃത്താന്തം, വിവരം, നബഅ് വേണോ വൃത്താന്തം വേണോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വൃത്താന്തങ്ങളുടെ പ്രത്യേകത, ഖുർആൻ എന്ന് പറഞ്ഞാൽ, വഹി എന്ന് പറഞ്ഞാൽ അതിനെ രണ്ടായിട്ടാണ് തിരിക്കുക. ഇമ്മ അഖ്ബാർ വ ഇമ്മ അഹ്കാം. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ വിധിവിലക്കുകളായിരിക്കും, അല്ലെങ്കിൽ വൃത്താന്തങ്ങളായിരിക്കും. വൃത്താന്തങ്ങളാണെങ്കിൽ ആ വൃത്താന്തങ്ങളെ നമ്മൾ സത്യപ്പെടുത്തണം. എന്താ വന്നത് അതേമാതിരി ഞങ്ങൾ കേൾക്കണം, അംഗീകരിക്കണം, സത്യപ്പെടുത്തണം, അത് വിശ്വസിക്കണം. അതുകൊണ്ട് ആ വൃത്താന്തം നിങ്ങൾ വിശ്വസിക്കണം, അത് നിങ്ങൾ കേൾക്കണം, സഹൃദയത്വത്തോടു കൂടി കേൾക്കണം, അത് നിങ്ങൾ സ്വീകരിക്കണം, അത് നിങ്ങൾ സത്യപ്പെടുത്തണം, അത് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ പറയാനുള്ളത് ഇന്നഹും ഫിത്തിയ, അവര് ഒക്കെയും ചെറുപ്പക്കാരായിരുന്നു. അവരുടെ പ്രത്യേകത ആമനൂ ബി റബ്ബിഹി, അവരവരുടെ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ച ആളുകളായിരുന്നു. അവരെ ഖൗമ് ഔസാനുകളെയും അസ്നാമുകളെയും ആരാധിച്ചപ്പോൾ, വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ആരാധിച്ചപ്പോൾ അതിനെതിർത്ത് തള്ളിയവരാണവർ. അവര് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഏകനായ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന സ്റ്റാൻഡ് എടുത്ത ആളുകളാണ്. ആ സ്റ്റാൻഡ് എടുത്തു, അള്ളാഹുവിൽ ഈമാൻ കൊണ്ടു എന്ന് വന്നപ്പോൾ വസിദ്നാഹും ഹുദ, അവർക്കുള്ള ഹുദ നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഹുദ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഹുദ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇൽമു നാഫിഉ വൽ അമലു സ്വാലിഹ്, പ്രയോജനപ്രദമായ ഇൽമും ആ ഇൽമ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന നാഫിയായ ഇൽമും സ്വാലിഹായ അമലും കൂടുമ്പോൾ അതിനാണ് ഹുദ എന്ന് പറയാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഒരു വെളിച്ചമായിട്ട് തരും. ആ വെളിച്ചം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ശരിയായ ഇൽമ നമുക്ക് കിട്ടി, ആത്യന്തികമായിട്ടുള്ള അറിവ്, ആത്യന്തികമായ സത്യം മനസ്സിലിങ്ങോട്ട് തെളിയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലേക്ക് അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, അതിനെങ്ങോട്ട് പരിവർത്തിപ്പിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഹുദ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം വെച്ചാൽ മതി, ഹുവൽ ഇൽമുൻ നാഫിഉ വൽ അമലു സ്വാലിഹ്. അത് നാഫിയായ ഇൽമാണ്, പ്രയോജനപ്രദമായ അറിവാണ്. ആ ഇൽമിനനുസരിച്ചിട്ടുള്ള സ്വാലിഹായ അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരുന്ന രൂപത്തിൽ അതിനെ അമലാക്കി മാറ്റിയ അമലുമാണ്. ഇത് നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. ആദ്യം അവർ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക്, അള്ളാഹു മാത്രമാണ് റബ്ബെന്നും അവൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ മഅബൂദ് എന്നുമുള്ള ആ വസ്തുത അവർ അംഗീകരിക്കാൻ തയ്യാറായി. അപ്പൊ അവരുടെ ഹിദായത്ത്, അവരുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈമാൻ അങ്ങനെയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. അൽ ഈമാൻ യസീദു വ യൻഖുസ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരേമാതിരി നിൽക്കല്ല, യസീദു വ യൻഖുസ്, കൂടും കുറയും. യസീദു ബിത്വാഅ വ യൻഖുസ് ബിൽ മഅസിയ. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിനനുസരിച്ച് ഈമാന്റെ നില ഇങ്ങനെ ഉയർന്നു പോകും. അള്ളാഹിനെ വഴിപ്പെടാതെ അള്ളാഹിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു പോകും തോറും യൻഖുസ് ബിൽ മഅസിയ, മഅസിയത്ത് കൊണ്ട് അതിങ്ങനെ താണു പോകും. ഈ കാര്യത്തിന് തെളിവ് പറയുന്ന ആയത്തുകളിലും പെട്ടതാണിത്. ഇത്രയും കാര്യങ്ങൾ. അപ്പോ അവരെ കുറിച്ചുള്ള ആദ്യത്തെ അള്ളാഹ് പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, സത്യമായും അവരെ കുറിച്ചുള്ള വൃത്താന്തം ഇതാ നിങ്ങൾക്ക് നാം കൃത്യമായി
വളരെ കൃത്യമായി വ്യക്തമായി നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ഫിത്തിയത്തായിരുന്നു അവര്. ആമനു ബി റബ്ബിഹിം, അവർ അള്ളാഹു മാത്രമാണ് റബ്ബും ഇലാഹും എന്നുള്ള അടിസ്ഥാന തത്വം അംഗീകരിച്ചു, വിശ്വസിച്ചു. ഫസിദ്നാഹും, അപ്പോൾ അതിലേക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുത്തു ഹുദ, ആ ഈമാൻ, ആ ഹിദായത്ത്. വഹുവൽ ഇൽമുൻ നാഫി വൽ അമലുസ് സ്വാലിഹ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇന്ന് ഇത്രത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.